Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. സൂറത്ത് തൗബയിലെ 69-ാമത്തെ സൂക്തമാണ് ഇൻഷാല്ലാഹ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. كالذين من قبلكم كانوا أشد منكم قوة وأكثر أموالا وأولادا فاستمتعوا بخلاقهم فاستمتعتم بخلاقكم كما استمتع الذين من قبلكم بخلاقهم وخضتم كالذي خاضوا أولئك حبطت أعمالهم في الدنيا والآخرة وأولئك هم الخاسرون. كالذين من قبلكم നിങ്ങൾക്ക് മുമ്പുള്ളവരെ പോലെ തന്നെ, കല്ലദീന ഒരു കൂട്ടരെ പോലെ, മിൻ ഖബിലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള, കാനു അവർ ആയിരുന്നു, അശബ്ദ മിൻകും നിങ്ങളെക്കാൾ കടുത്തവർ, ഖുവ്വത്തൻ ശക്തിയാൽ, ബലത്താൽ നിങ്ങളെക്കാൾ കൂടുതലുള്ളവരായിരുന്നു, വഅക്സറ അംവാലൻ ധാരാളം ധനമുള്ളവരും, വൗലാദൻ മക്കളും മക്കളാലും ധനത്താലും നിങ്ങളെക്കാൾ കൂടുതലുള്ളവർ, നിങ്ങളെക്കാൾ കൂടുതൽ കരുത്തുള്ളവരുമൊക്കെ ആയിരുന്നു നിങ്ങളുടെ പൂർവികർ. അങ്ങനെ തന്നെയാണ് നിങ്ങളും. ഫസ്തംതഉ അവർ ആസ്വദിച്ചു, ബി ഖലാഖിഹിം അവരുടെ വിഹിതം കൊണ്ട്, അവർക്ക് ലഭിച്ച വിഹിതം കൊണ്ട്, ഫസ്തംതഅതും നിങ്ങളും ആസ്വദിച്ചു, ബി ഖലാഖിക്കും നിങ്ങൾക്ക് ലഭിച്ച വിഹിതം കൊണ്ട്, കമസ്തംതഅല്ലദീന മിൻ ഖബലിക്കും ബി ഖലാഖിഹിം മുൻഗാമികൾ അവർക്കു ലഭിച്ച വിഹിതം കൊണ്ട് ആസ്വദിച്ചതുപോലെ തന്നെ, വഖുൽതും നിങ്ങളും വെറും വർത്തമാനങ്ങളിൽ വിടുവർത്തമാനങ്ങളിൽ ഏർപ്പെട്ടു, കല്ലദീ ഖാലൂ അവർ ഏർപ്പെട്ടതുപോലെ തന്നെ, ഉലൈക അവരൊക്കെയും ഹബിത്വത് അഅ്മാലുഹും അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയി, ഫിദ്ദുനിയ ഇഹലോകത്തും വൽആഖിറ പരലോകത്തും, വഉലൈക ഹുമുൽ ഖാസിറൂൻ വഉലൈക അവർ തന്നെ അൽ ഖാസിറൂൻ പരാജയപ്പെട്ടവർ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടവരിൽ നമ്മെ അറിയപ്പെടുത്താതിരിക്കട്ടെ. പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ഏറെ ഭാരം തൂങ്ങുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്താണിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം? കഴിഞ്ഞ സൂത്രത്തിൽ നമ്മൾ പഠിച്ചത് അൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു, പിന്നെ വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തു. അതിൻ്റെ ആശയം മനസ്സിലുണ്ടാവുമല്ലോ. മുനാഫിഖീങ്ങളും മുനാഫിഖാത്തുകളും നല്ല കാര്യത്തിനൊക്കെ എതിരായിരിക്കും, സൽക്കർമ്മങ്ങൾക്കൊക്കെ എതിരാണ്, ദുഷ്കർമ്മങ്ങൾക്ക് അനുകൂലമായ നിലപാടും. അതേമാതിരി തന്നെ അല്ലാഹു തആല അവരെ അറിയിച്ചിരിക്കുന്നത്, അവരോട് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് നാറു ജഹന്നം ഉണ്ട് എന്നാണ്. അവരുടെ നിലപാടും മുൻഗാമികളായിരുന്ന പല ജനവിഭാഗങ്ങളുടെ നിലപാട് പോലെ തന്നെയാണ്. കല്ലദീന മിൻ ഖബലിക്കും അവരോട് നേർക്കുനേരെ പറയും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ പോലെ തന്നെ, അങ്ങനെ തന്നെയാണ് നിങ്ങളും. നിങ്ങളായിട്ടിപ്പോൾ ഒരു പുതുമുള്ള കൂട്ടരൊന്നും ആകേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് മുമ്പും ഉണ്ടായിരുന്നു നിങ്ങളെപ്പോലെയുള്ള. കല്ലദീന കാരണം പോലെ എന്നാണ്, അല്ലദീന ഒരു കൂട്ടം, അപ്പോൾ ഒരു കൂട്ടരെ പോലെ. മീൻ ഖബലിക്കും ഖബുലറിന് മുമ്പ്, ഖബുലറിന് മുമ്പ് എന്നും ബഅദറിന് ശേഷം നമുക്കറിയണ വാക്കല്ലേ. കല്ലദീന മീൻ ഖബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെ പോലെ തന്നെ, കാനു അശദ്ദ മിൻകും അവർ കൂടുതൽ കരുത്തുള്ളവർ, അശദ് ഷദീദ് കാഠിന്യം കരുത്ത്,
ഖുവ്വത്ത് പറഞ്ഞാൽ ശക്തി എന്ന്. ശക്തിയാൽ കൂടുതൽ മികവുള്ളവരായിരുന്നു അവർ. എല്ലാ അർത്ഥത്തിലുള്ള ശക്തിയും, കായിക ബലമാണെങ്കിൽ അങ്ങനെ, സാമൂഹിക ബലമാണെങ്കിൽ അങ്ങനെ, സൈന്യ ബലമാണെങ്കിൽ അങ്ങനെ, ആൾബലമാണെങ്കിൽ അങ്ങനെ, സാമ്പത്തിക ബലമാണെങ്കിൽ അങ്ങനെ, ഏത് നിലക്ക് നോക്കിയാലും നിങ്ങളെക്കാൾ ധാരാളം മുമ്പിലുള്ള ശക്തിയുടെ കാര്യത്തിൽ, കരുത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ഏറെ ഉയർന്നവർ, അശ്രദ്ധായിരുന്നു, ഏറ്റവും കൂടുതലുള്ളവരായിരുന്നു അവർ. അക്സർ അംവാലൻ, അക്സർ കസീർ എന്നുള്ളതിനുണ്ടായതാണ്. അക്സർ ധാരാളം, ഒരുപാടുള്ളവരാണ്. അംവാലൻ ധനത്താൽ, മാല് അംവാല്, ഇത് അംവാല് പറഞ്ഞ് മാലെന്ന് പറഞ്ഞാൽ പറയാം. പലതരം മുതലുകൾ അതിൽ കാർഷിക വിളകളാകാം, കാലി സമ്പത്താകാം, ഖനിജങ്ങളാകാം, ഭൂസ്വത്താവാം, ഇതൊക്കെ മുതലുകൾ തന്നെയാണല്ലോ. അപ്പോൾ അക്സർ അംവാലൻ, ധനത്തിൻ്റെ കാര്യത്തിലും ഒരുപാടുള്ളവർ. ഔലാദൻ, മക്കളുടെ കാര്യത്തിലും ധനവും മുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വലിയ സ്വാധീനമുള്ളവരായിരുന്നു എന്നാണ്. ഒരുപാട് സ്വാധീനമുള്ള, കാരണം അവർക്ക് ഒരുപാട് മുതലുണ്ട്, ഒരുപാട് മക്കളുണ്ട്, അതന്നെ വലിയ സ്വാധീനമാണ്. അങ്ങനത്തെ ആൾക്കാരായിരുന്നു നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർ. ഫസ്തം എന്നിട്ട് എന്തേണ്ടായത്? ഫസ്തം താഴു, അവർ ആസ്വദിച്ചു, അവർ അർമാദിച്ചു, അവർ ആഹ്ലാദിച്ചു. മത്താൾ, വിഭവങ്ങളൊക്കെ ആസ്വദിച്ചും അർമാദിച്ചും ജീവിച്ചു. ബി ഖലാഖിഹിം, അവർക്ക് ലഭിച്ച വിഹിതം കൊണ്ട്. ഖലാഖ് തന്നെ രണ്ട് തരത്തിലുണ്ട്, വിഹിതം, ഓഹരി എന്നൊക്കെയാണ് വാക്കർത്ഥം. ഒന്ന്, അല്ലാഹു തആല അവർക്ക് കരുത്ത് നൽകിയത്, ശക്തി, ശാരീരികമായ കരുത്ത്, മക്കൾ, ഇതൊക്കെ അള്ളാഹ് നേർക്ക് നേരാണ് കൊടുക്കുന്നതാണ്. പിന്നെ അധ്വാനിച്ചുണ്ടാക്കിയെടുക്കുന്നതും, അതും ഫലത്തിൽ അള്ളാഹ് കൊടുക്കണ തന്നെ, അവരുടെ ബുദ്ധി, അവരുടെ മികവ്, അവരുടെ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ. അപ്പോൾ ഫസ്തം തഅു ബി ഖലാഖിഹിം, അവർക്ക് ലഭിച്ചിരിക്കുന്ന വിഹിതത്തിൽ അവർ ആസ്വദിച്ചു, അർമാദിച്ചു എന്നൊക്കെ പറയില്ല. എന്നങ്ങനെയല്ല നമ്മൾ പറയാം, അർമാദിക്കുക. ബാക്കി നമുക്ക് മനസ്സിലാകുമല്ലോ, തീറ്റയും കുടിയും കളിയും ചിരിയും ക്ലബും അങ്ങനെ ഉണ്ടല്ലോ, ഡാൻസും, അതുപോലെ തന്നെ പേക്കൂത്തുകളെല്ലാം, രാത്രിയൊക്കെ ഉണ്ടാകുന്ന പലതരം എന്തായാലും പറയൽ, അങ്ങനെയൊക്കെ ചില ഡാർക്ക് നൈറ്റുകളൊക്കെ ആയിട്ട് നടത്തുന്ന പല സംവിധാനങ്ങളുണ്ട്. കപ്പലിലൊക്കെ ചിലപ്പോൾ നടക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാലോ. അങ്ങനെ അവരുടെ ആസ്വദിച്ചു. അത് ഫസ്തം തഅു ബി ഖലാഖിഹി, നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അർമാദിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യം കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും. ഫസ്തം താഴ്ത്തു, നിങ്ങളും അങ്ങനെ തന്നെ, അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ, ശേഷം നിങ്ങളും, അത് എന്നാൽ പിന്നീട്, അതിനുശേഷം. അപ്പോൾ ഇസ്തംതഅ്തും, അത് ആസ്വദിച്ച് അനുഭവിച്ച് അർമാദിച്ച് ജീവിച്ചു. ബി ഖലാഖിക്കും, നിങ്ങൾക്ക് ലഭിച്ച വിഹിതം കൊണ്ട്, ഓഹരി കൊണ്ട്. കമസ്തംതഅ അല്ലദീന മിൻ ഖബ്ലിക്കും, മുമ്പുള്ളവർ ചെയ്തതുപോലെ തന്നെ, മുമ്പുള്ളവർ ആഹ്ലാദിച്ചതുപോലെ തന്നെ, ആസ്വദിച്ചതുപോലെ തന്നെ ജീവിതം ആസ്വദിച്ചു. ബി ഖലാഖിഹിം, അവർക്കുള്ള വിഹിതം കൊണ്ട്. വഖുലുത്തും, ഖാല, നമ്മളിപ്പോൾ അടുത്ത് പഠിച്ച വാക്കാണത് ഖാല, അനാവശ്യമായ കാര്യങ്ങളിൽ മുഴുകുക, അനാവശ്യമായ വർത്തമാനങ്ങൾ. ഈ 65-ാമത്തെ ആയത്തിൽ വലഇൻ സഅൽതഹും ലയഖൂലുന ഇന്നമാ കുന്നാ നഖൂലു വനൽഅബു പറഞ്ഞില്ലേ, എന്തേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചും യുദ്ധത്തിനെ സംബന്ധിച്ചൊക്കെ തമാശ പറയും. ഖാല, സൂറത്ത് അൻആമിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ വാക്ക്. അനാവശ്യമായ വർത്തമാനങ്ങളിൽ അള്ളാഹുവിനെയും ഖുർആനിനെയും ഒക്കെ പരിഹസിക്കുന്ന സഭകളിൽ അവർ ആ വർത്തമാനം വിടുന്നത് വരെ ഇരിക്കാൻ പാടില്ല, നമ്മൾ അവിടെയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വഖുലുത്തും, നിങ്ങളും ഇടപെട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളും പ്രവേശിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളും വെറും വർത്തമാനങ്ങളിൽ, വിടുവർത്തമാനങ്ങളിൽ, അനാശാസ്യത്തിൽ, അനാവശ്യത്തിലൊക്കെ മുഴുകി. വഖുലുത്തും കല്ലദീ ഖാലൂ, അവർ മുഴുകി. അവരെന്തൊക്കെ അനാവശ്യങ്ങളിൽ, എന്തൊക്കെ അനാശാസ്യങ്ങളിൽ, എന്തൊക്കെ വെറും വർത്തമാനങ്ങളിൽ, എന്തൊക്കെ വിടുവർത്തമാനങ്ങളിലാണോ മുഴുകിയത്, അങ്ങനെയാണല്ലോ മനുഷ്യന് സൗകര്യങ്ങളും കൂടിയാൽ പിന്നെ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എന്ത് നിലപാടാണ് സ്വീകരിക്കുക, അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് അഹങ്കാരികൾ. ആൾക്കാരെ കാറിടിപ്പിച്ച് കൊല്ലുന്നവരും, ഹോണടിച്ചാൽ മോട്ടോർ സൈക്കിളിനെ കാറ് കൊണ്ട് ഇടിച്ച് വീഴ്ത്തുന്നവരും പത്രത്തിലൊക്കെ നമ്മൾ വായിക്കലില്ലേ. നമ്മൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വൈകി എന്ന് പറഞ്ഞ് ഇടിപ്പിച്ച് കൊന്നില്ലേ ഒരാൾ, ഇവിടെ തൃശ്ശൂർ കാറിടിപ്പിച്ച് കൊന്നില്ലേ. എന്തൊക്കെയാണ്, അല്പം പണം ഉണ്ടാകുമ്പോൾ, അല്പം ആരോഗ്യം ഉണ്ടാകുമ്പോൾ, അല്പം ശാരീരികമായ മെയ്ക്കരുത്തും ഉണ്ടാകുമ്പോൾ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വലിയ അക്രമമാണ് പലപ്പോഴും റോഡുകളിൽ പ്രത്യേകിച്ചും നമുക്ക് തോന്നുന്നത്. അല്പം ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൊണ്ട് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത് അറിയില്ല. പ്രായമുള്ള ആളാണോ, പ്രായം കുറഞ്ഞ ആളാണോ, അബദ്ധം പറ്റിയതാണോ, ആരും കരുതിക്കൂട്ടി ഒന്നും ചെയ്യൂലല്ലോ.
പറ്റാൻ പാടില്ലാത്തതാണ്, വലിയ അപകടം ഉണ്ടാകും. എന്നാൽ പോലും ചെറിയ ഒരു വീഴ്ചക്ക് വല്ലാതെ അഹങ്കാരത്തോടു കൂടി ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന വാക്കാണ് ഹാള. എല്ലായിടും തിന്നണീനൊരു ഹോട്ടലിലേക്കാർ കയറുക, എന്നിട്ട് ഇങ്ങോട്ട് ഓർഡർ ചെയ്യുക, കുറച്ച് തിന്നുക, ബാക്കി വേസ്റ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലേ പല ഹോട്ടലുകളിൽ നമ്മൾ ചായ കുടിക്കാനൊക്കെ കയറിയാൽ വേസ്റ്റ് ഇട്ട് പോകുന്ന ആൾക്കാർ. പ്ലേറ്റിൽ ഒരു തരി വെറ്റുപോലും ബാക്കിയാക്കാതെ തിന്നണമെന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ തന്നെ. എന്തൊക്കെയാണ് ആൾക്കാർ ഭക്ഷണം കൊണ്ട് ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ അർമാദിക്കലാണ്. വഖുലുത്തും കല്ലദീ ഖാലു, അവർ ആസ്വദിച്ച് അർമാദിച്ചതുപോലെ നിങ്ങൾ. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പറയണ്ട, അപ്പോഴത്തെ കാലത്ത് എങ്ങനെയൊക്കെയാണ് വേഷം ധരിക്കേണ്ടത്, എന്തൊക്കെ മേക്കപ്പാണ് വേണ്ടത്. അവറത്ത് മറക്കലൊക്കെ പോയിപ്പോൾ മുസ്ലിം പെൺകുട്ടികളതും പോയി അല്ലേ. തല മറക്കലൊക്കെ ഇപ്പോൾ ഷാൾ ഇട്ടാൽ മതി, പണ്ടത്തെ മാതിരി തന്നെ ആയി. അപ്പം ഇങ്ങനെ അതൊക്കെ അർമാദിക്കല്ലേ, ആസ്വദിക്കുക ജീവിതം. അപ്പം എന്തായാലും അർത്ഥം ഈ ദുനിയാവിൽ ജീവിതം ആസ്വദിക്കുക, സ്വന്തം സൗന്ദര്യം മറ്റുള്ളവർ കാണട്ടെ, അറിയട്ടെ. അതൊന്നും നിയന്ത്രിക്കാൻ സാധിക്കണില്ല തലമുറകൾക്കും. നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ, നമ്മളിപ്പോൾ പെൺകുട്ടികളോട് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ ധിക്കാരികളായി മാറുക. അത്തരത്തിലാണ് അവരെ പരിശീലിപ്പിക്കുന്നത്. കോളേജുകളിലാവട്ടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആവട്ടെ, എതിര് പറയാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയാൽ അത് ധിക്കരിക്കാൻ. ഇതൊക്കെ ഹാലാന്നുള്ളിൽ വരുന്നതാണ്. ഇവർ ആസ്വദിക്കുകയാണ്. വഖുലുത്തും കല്ലദീ ഖാലു, അങ്ങനെ നിങ്ങളും അവർ അർമാദിച്ചതുപോലെ വിടുവർത്തമാനങ്ങളിൽ, വെറും വർത്തമാനങ്ങളിൽ, അനാവശ്യങ്ങളിൽ, അനാശാസ്യങ്ങളിൽ ഇടപെടുന്നു. ഉലൈക ഹബിത്തത് അഅ്മാലുഹും, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പാഴായി പോയിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ദുനിയാവിലും കാര്യമില്ല, വലാഖിറ, പരലോകത്തും കാര്യമില്ല. ദുനിയാവിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ നന്മ ഫലങ്ങളും അല്ലെങ്കിൽ ഗുണഫലങ്ങളും ഇല്ലാതെയാവുകയാണ് ചെയ്യുക. പരലോകത്തും അവർക്ക് കിട്ടൂല. പരലോകത്ത് ഏതായാലും കിട്ടൂലല്ലോ. വഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് പരാജയപ്പെട്ടവർ, അവരാണ് നഷ്ടപ്പെട്ടവർ. സൂറത്ത് സുമറിൽ നമ്മൾ ഓതലില്ലേ, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. സൂറത്ത് സുമറിലെ 15-ാമത്തെ ആയത്ത് എടുത്തുകൊണ്ട്, അല്ലദീന ഖസിറൂ അൻഫുസഹും, അവരുടെ ശരീരം, വഅഹ്ലീഹിം, സ്വന്തമെല്ലാം കുടുംബവും നഷ്ടപ്പെടുകയാണ് അവർക്ക്. അപ്പോൾ ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. സൂറത്ത് സുമറിലെ 15-ാമത്തെ ആയത്തെന്താ, ഫഅബ്ദു മാ ശിഅ്തും മിൻ ദൂനി. ഖുൽ, നബി അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഇന്നൽ ഖാസിരീന, പരാജയപ്പെട്ടവർ, നഷ്ടപ്പെട്ടവർ എന്ന ദുനിയാവിൽ ജീവിത പ്രാരാബ്ദങ്ങളുള്ളവരല്ല. അല്ലെങ്കിൽ വിജയിച്ചവർ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരുപാട് സമ്പന്നത നേടിയിട്ടുള്ള സമ്പത്തുള്ളവർ അല്ല, വലിയ ഉദ്യോഗസ്ഥരല്ല, അവർ വലിയ ജീവിത വിഭവങ്ങൾ നേടിയവർ, അവരൊന്നും അല്ല യഥാർത്ഥത്തിൽ വിജയിച്ചവർ. ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും, നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഭാഗ്യഹീനർ, പരാജയപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഖസിറു അൻഫുസഹും, സ്വന്തം തടികളെ നഷ്ടപ്പെടുത്തിയവരുടെ പരലോകത്ത് സ്വയം നിയന്ത്രണത്തെ കിട്ടൂല, സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. വാഹിലിഹിം, അവരുടെ കുടുംബത്തെയും അവർ നഷ്ടപ്പെടുത്തി. യൗമൽ ഖിയാമ, അന്ത്യനാളിൻ്റെ അന്ന്. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അറിയുക അത് തന്നെയാണ് മഹാനഷ്ടം. ഇതേമാതിരി സൂറത്ത് ഷൂറയിൽ വന്നിട്ടുണ്ട്. സൂറത്ത് ഷൂറയിൽ 45-ാമത്തെ ആയത്തിൽ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളുക. നമ്മൾ ദുനിയാവിൽ പ്രയാസപ്പെടുന്നതൊന്നുമല്ല യഥാർത്ഥത്തിൽ നഷ്ടം, പരാജയം പരലോകത്ത് പരാജയപ്പെടുന്നതായിരിക്കും. ഉമർ ഖത്താബിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം പറയാം. വഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് പരാജയപ്പെട്ടവർ. ഇഹത്തിലും പരാജയപ്പെട്ടവർ അള്ളാഹുവിൻ്റെ വീക്ഷണത്തിൽ. ദുനിയാവിൻ്റെ വീക്ഷണത്തിൽ കാണുന്നവർക്കൊക്കെ നല്ല മതിപ്പാണ്. ഓല കാറും, ഓല വളവള മിന്നുന്ന വാഹനവും, ഒരു വലിയ കൊട്ടാരം പോലെയുള്ള വീടും, അവരുടെ ജീവിത ആഡംബരങ്ങളും സൗകര്യങ്ങളൊക്കെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും. പക്ഷെ അതിലേക്കല്ല കണ്ണ് നീളേണ്ടത്, പരലോക ഭവനത്തിലേക്കാണ്, പരലോക സ്വർഗത്തിലേക്കാണ്, നരകമുക്തിയിലേക്കാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം. ഇങ്ങനെയുള്ള പരാജയപ്പെട്ടവരെ പറ്റിയൊക്കെ പറയുമ്പോൾ എന്താ നമ്മളെ മനസ്സിൽ ഉയരേണ്ടത്? അള്ളാഹ് അതിൽ പെടല്ലേ, ഇനി പെടുത്തല്ലേ, എൻ്റെ കുട്ടികളെയും പെടുത്തല്ലേ, എൻ്റെ സുഹൃത്തുക്കളെയും എന്നോട് പ്രാർത്ഥനയ്ക്ക് വസിച്ച്, അങ്ങനൊരു മനസ്സിൽ വരണം. അങ്ങനെയാണ് നമ്മൾ ഖുർആൻ ഓതുക. അപ്പോഴാണ് ഖുർആൻ ഓതുമ്പോൾ ഈമാൻ വർദ്ധിക്കുക. ഖുർആൻ ഓതുമ്പോൾ ഈമാൻ വർദ്ധിക്കണമല്ലോ. വർദ്ധിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ തുണക്കുമാറാവട്ടെ. ഞാൻ വേഗത്തിൽ ഒന്നുകൂടെ അർത്ഥം പറയുക, അവസാനിപ്പിക്കാം.
കല്ലദീന മിൻ ഖബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെ പോലെ തന്നെയാണ്. കാനു അശദ്ദ മിൻകും ഖുവ്വത്തൻ അവർ നിങ്ങളെക്കാൾ ഏറ്റവും കരുത്തുള്ളവരായിരുന്നു. ശക്തിയാൽ കൂടുതൽ മികവുള്ളവരും കരുത്തുള്ളവരുമായിരുന്നു. അതാണ് ഖുവ്വത്ത് തന്നെ ശക്തി, അശദ്ദ പറഞ്ഞാൽ കൂടുതൽ കരുത്തുള്ള. അക്സറ അംവാലം വൗലാദൻ ഒരുപാട് മക്കളും ഒരുപാട് സമ്പത്തിനാലും മക്കളാലും ഒരുപാടുള്ളവരുമായിരുന്നു. ഫസ്തംതഉ ബിഖലാഖിഹിം അവർക്ക് ലഭിച്ചിരിക്കുന്ന വിഹിതം കൊണ്ട് ആസ്വദിച്ചു. ഫസ്തംതഅതും കല്ലദീ ബിഖലാഖിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിഹിതം കൊണ്ടും ബിഖലാഖിക്കും നിങ്ങളുടെ ഓഹരി കൊണ്ട് നിങ്ങളും ആസ്വദിച്ചു. കമസ്തംതഅല്ലദീന മിൻ ഖബലിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ ആസ്വദിച്ച് അർമാദിച്ചതുപോലെ തന്നെ ബിഖലാഖിഹിം അവരുടെ വിഹിതം കൊണ്ട്. വഖുലുത്തും കല്ലദീ ഖാലൂ അവർ വെറും വർത്തമാനങ്ങൾ വിടുവർത്തമാനങ്ങൾ പറയുകയും അനാശാസ്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതുപോലെ നിങ്ങളും ഏർപ്പെടുന്നു. ഉലൈക ഹബിതത് അഅ്മാലുഹും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാണ്. ഹുബൂത്താണ് ഫിദ്ദുന്യ വൽ ആഖിറ ഇഹത്തിലും പരത്തിലും. വഉലൈക ഹുമുൽ ഖാസിറൂൻ അവർ തന്നെയാകുന്നു പരാജയപ്പെട്ടവരും. അല്ലാഹു തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹ് ഇഹത്തിലും പരത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ രക്ഷിതാവേ. നീ നൽകിയിരിക്കുന്ന ഖലാഖ്, നീ നൽകിയിരിക്കുന്ന വിഹിതം നിനക്കിഷ്ടപ്പെട്ട വിധത്തിൽ മാത്രം വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് നീ തുണയേകുമാറാകണം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹ്.